എൻ്റെ എല്ലാ TT വ്ളോഗ്സ് കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നമ്മളിപ്പോൾ 1K എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഹലോ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു സൺഡേയും കൂടിയാണ്. പുറത്തേക്ക് പോകാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ഇതിനു മുന്നേ തനൂജയ്ക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ അവർ വിളിച്ചിരുന്നു ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പോയത്. അപ്പം തനുവിനെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഞാനും തമ്മും കൂടിയിട്ട് അവിടെ എന്താണ് ബാക്ക് ടു സ്കൂൾ അല്ലേ, സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞു പോയി. ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷെ ഞങ്ങളെല്ലാം കണ്ടു കേട്ടു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എല്ലാം തൃപ്തിപ്പെട്ട ഒരു രീതിയിൽ അത്ര ഭംഗിയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടില്ലല്ലോ. നമ്മള് ബാഗ്സ് ഒക്കെ നോക്കി, പക്ഷെ ബാഗ്സ് ഒന്നും രസം ഉണ്ടായിരുന്നില്ല. ബുക്സ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബുക്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ തമ്മു ഒരുപാട് ബുക്സ് നോക്കിയിരുന്നു അല്ലേ, ഒരുപാട് ബുക്സ് നോക്കി. പിന്നെ എനിക്ക് ചെറിയ ബുക്കൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ, അതൊക്കെ ഞാൻ നോക്കി. പിന്നെ ക്രാഫ്റ്റ് ചെയ്യണ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ തമ്മുവിന് ഇഷ്ടപ്പെട്ടൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതല്ലേ എടുത്ത് പൊക്കി നോക്കി. അങ്ങനെ ഞങ്ങൾ ഈ സമയത്തിനിടക്ക് പോയിട്ട് തനൂജിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർക്ക് നല്ലതായിട്ട് വിശന്നിരുന്നു. അപ്പം ഞങ്ങളൊരു ഷേക്ക് ഷോപ്പിൽ കയറി, ജ്യൂസ് ഒക്കെ ഉള്ള അവിടെ കയറിയിട്ട് ഞങ്ങൾ 3 പേരും ഷേക്ക് പറഞ്ഞു. ഞാനൊരു ചിക്കുവിൻ്റെ ഷേക്കാണ് പറഞ്ഞത്, തമ്മ ഒരു ഓറിയോ ചോക്ലേറ്റ് ഷേക്ക്, തനൂജ ഒരു മാംഗോ ഷേക്ക്. അങ്ങനെ അത് കഴിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി കേട്ടോ. ഞങ്ങളിപ്പം ഷേക്ക് കുടിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല തകർത്ത് പെയ്യണ മഴയാണ്. ഒരു കുടയെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ മഴ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഷേക്കിൻ്റെ പുറത്തിരിക്കുന്ന ചെറിപ്പഴം, കാഷ്യൂനട്ട് ഇതൊക്കെ ആരും കഴിക്കില്ല കേട്ടോ. അത് കഴിക്കുന്നത് ഞാൻ മാത്രമാണ്. അവർക്കതൊന്നും ഇഷ്ടമല്ല. ഇച്ചീച്ചയാണ് ഭയങ്കര. ഈ പ്രാവശ്യം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അമ്മയില്ലാതെ അങ്ങനെ പുറത്ത് പോകാറില്ല, അമ്മയും കൂടി ഉണ്ടാവാറുണ്ട് എപ്പോഴും. അങ്ങനെ ഞങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കുറേ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പം ഞങ്ങൾ പറയണമായിരുന്നു തമ്മുവിൻ്റെ അടുത്ത്, ഞാൻ പറയണമായിരുന്നു തമ്മുവിൻ്റെ അടുത്ത് അതുപോലെ വേണം നമുക്കൊരു വീട് വെക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പുതിയ രീതിയിലേ, ഇപ്പോഴത്തെ രീതിയിൽ. പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തമ്മു തന്നത്. പിന്നെ എനിക്ക് ഇത് കുടിച്ചപ്പോൾ ഭയങ്കര തൊണ്ടയ്ക്ക് പ്രശ്നം വന്നിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നു. തമ്മു പറഞ്ഞു നല്ല തണുപ്പുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു, പൈസ കൊടുത്തു, പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പിന്നെ ഒരുപാട് നടക്കാനൊന്നും പോയില്ല, ഒരു വണ്ടി വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ മഴയത്ത് ഇങ്ങനെ നോക്കി ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നല്ല അടുത്ത് കണ്ട് ഞങ്ങൾ, നല്ല രസമുണ്ടായിരുന്നു. കൊക്കുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനിങ്ങനെ ചുമ്മാ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെയും എടുത്തു. അതിങ്ങനെ എല്ലാ സൈഡും തിരിഞ്ഞ് കാണിച്ചാണ്, ഇങ്ങനെ എന്നെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചെന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോറം മാളിൽ കയറി. വന്ന വഴിക്ക് ഫോറം മാളിൽ കുറച്ച് നേരം കയറി. ഞങ്ങളെല്ലാ ഷോപ്പിലെല്ലാം കയറി, ഡ്രസ്സിൻ്റെ ഷോപ്പിലെല്ലാം കയറി. ഞങ്ങൾ ഡ്രസ്സെല്ലാം നോക്കി. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം മേടിച്ചു കേട്ടോ, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിരുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ബർഗർ കഴിച്ചു. പിന്നെ അവളൊരു ടീ മേടിച്ചു. എന്ത് ടീ ആണെന്നറിയാമോ? ബബിൾ ടീ എന്നും പറഞ്ഞിട്ട്, ബബിൾ ടീ അത് മേടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ടേസ്റ്റായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ അവർക്ക് ഇഷ്ടം. ലാസ്റ്റ് കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ബബിൾ മൊത്തത്തിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു. അതിങ്ങനെ കലക്കി കുടിക്കണമായിരുന്നു കേട്ടോ. അതിങ്ങനെ വായിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം അവൾ ഇത് പറയണമായിരുന്നു, അവിടെ ചെന്നിട്ട് ഇവൾക്ക് അറിയില്ല അതെങ്ങനെ പറയാൻ എന്ന് വെച്ചാൽ. അപ്പോൾ അവൾ പറഞ്ഞു ഇതിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ ആ ഷോപ്പിലെ പയ്യൻ പറഞ്ഞു എന്ന് ചോക്ലേറ്റ് അതിനകത്ത് ചേരില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ സ്ട്രോബെറി ഇട്ടോ, എന്നാൽ ചേട്ടന് ഇഷ്ടമുള്ളത് ഇട്ടോ എന്ന് പറഞ്ഞു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു സ്ട്രോബെറിയുടെ ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് KFC കയറി ബർഗർ മേടിച്ചു. ബർഗർ മേടിച്ചത് തനൂജയായിരുന്നു കേട്ടോ. തനൂജ അതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്, അതാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഞാൻ ബർഗർ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുറച്ച് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അവിടെ ഇങ്ങനെ കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ കയറി നോക്കി. ടോയ്സിൻ്റെ ഷോപ്പിൽ കയറി. ടോയ്സിൻ്റെ ഷോപ്പിൽ ഞങ്ങൾ ഒരുപാട് നേരം ചിലവഴിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഒരു ടോയ്സിൻ്റെ ഷോപ്പിൽ കയറുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാം നോക്കി. പലതരം പണ്ട് കൊച്ചിലേ കണ്ട ടോയ്സ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് പണ്ടൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ
ഇങ്ങനെ സെയിം തന്നെ. പക്ഷെ അതിങ്ങനെ കമന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞിരിക്കുമായിരുന്നു. ഇങ്ങനെ തല കുത്തിയിട്ട് കറക്റ്റ് 4 കാലുമേ തന്നെ ഇരിക്കുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി അന്ന് പുറത്തായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ടൊയ്യാന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു ആ പട്ടിക്കുട്ടീനെ കാണാൻ. എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനന്ന് കുഞ്ഞതായിരുന്നു. കുഞ്ഞ് മീൻസ് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോള് ഒരു 2-2.5 വയസ്സുള്ള സമയത്ത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടോ, എന്നെക്കൊണ്ട് അങ്ങനെ ടോയ്സൊന്നും തൊടിയിപ്പിക്കൂലായിരുന്നു ചേച്ചി. അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിരുന്നു എൻ്റെ ചേച്ചിക്ക്. അങ്ങനെ അതൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു. കാരണം മോൾക്ക് കൊച്ചിങ്ങനെ ഇതുപോലെ കുറേ ടെഡി ബിയറും അങ്ങനെയുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ചേച്ചി ഇരിക്കുമ്പോൾ. എനിക്കതൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ മേടിക്കാം. കൊച്ചിലെ അങ്ങനെ പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. ഓക്കെ, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഞങ്ങളതിൽ കുറേ ഇങ്ങനെ പാമ്പുകൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ വല്ലാണ്ട് വന്നു കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. എന്തായാലും നല്ല രസമായിരുന്നു. ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അമ്മയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് മഴ കുറയട്ടെ എന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മഴ കുറയട്ടെ എന്ന് വിചാരിച്ചു. താഴെ ഇങ്ങനെ ബുക്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകമേളയായിരുന്നു കണ്ടോ. താഴെ മുഴുവനും പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ പുസ്തകം നോക്കിയിട്ടോ. കുറേയൊക്കെ ബുക്സൊക്കെ തനുവിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഊബർ വരാൻ വേണ്ടി കാത്തു കയറുന്നപ്പോൾ കുറച്ച് മഴ താന്നു. അത് കഴിഞ്ഞ് പോയപ്പോഴും അതുപോലെ നേരിയതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.